ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ദിവ്സ് ക്രിയേഷൻസ്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുടി നരയ്ക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഏറ്റവും വലിയൊരു കാര്യമാണല്ലേ. കൊച്ചു കുട്ടികളുടെ മുതൽ വലിയവരിൽ വരെ ഇപ്പോൾ കണ്ടുകൊടുന്നതാണ് അകാല നര അല്ലേ. അപ്പോൾ നമുക്ക് അകാല നര നന്നായിട്ട് മാറാനും അതുപോലെ കുഞ്ഞു കുട്ടികളിലൊക്കെ നര വരാതിരിക്കാനും മുടി ഡ്രൈനെസ് മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ലൊരു ഓയിലാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു സീസൺ എന്ന് പറയുമ്പോൾ മഴ സീസണാണ്. നല്ല രീതിയിൽ നമ്മുടെ വീട്ടിലെ കറിവേപ്പിലയൊക്കെ നല്ല രീതിയിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലൊരു ഓയിൽ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ അത്യാവശ്യം നമ്മുടെ ഹെയറിന് നല്ലൊരു ഗ്രോത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഒന്നായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഓയിൽ തയ്യാറാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില വേണം കേട്ടോ. അപ്പോൾ കറിവേപ്പില നമുക്ക് ഫുഡിൽ ചേർക്കുന്ന പോലെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന പോലെ നമ്മുടെ സ്കിന്നിന് ഹെയറിനൊക്കെ ഏറ്റവും ഗുണമുള്ളൊരു സംഭവമാണ് കറിവേപ്പില. നിങ്ങൾ ഡെയിലി ഓരോ കറിവേപ്പില വെറുതെ ചവച്ചരച്ച് കഴിക്കുന്നതൊക്കെ ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ നമ്മളിതിനകത്ത് കറിവേപ്പില മാത്രമേ ചേർക്കുന്നുള്ളൂ, 1-2 സാധനങ്ങളോട് ചേർക്കുന്നുള്ളൂ. നമുക്ക് ഹെയർ ഓയിലൊക്കെ പല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ ചാനൽ കുറേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്ക് കറിവേപ്പില മാത്രം മതി, 1-2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഏറ്റവും എളുപ്പത്തിന് നല്ല രീതിയിൽ മുടി ഗ്രോത്ത് ആവാനും നല്ല രീതിയിൽ മുടി നല്ല കറുപ്പാവാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഇത്. അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം നമ്മളിപ്പോൾ 250 ഗ്രാം ഓയിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ഇല കൂടുതൽ കൊടുക്കാം കേട്ടോ. 2-3 കൈപ്പിടിയോളം നമുക്ക് ഇട്ട് കൊടുക്കാം. എത്ര ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. അത് അത്രയേറെ ഗുണമാണ് നമ്മുടെ കറിവേപ്പില എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇത്രയും കറിവേപ്പില എടുത്തിട്ട് 2 പിടിയോളം ഉണ്ടാവും കേട്ടോ. കൈപ്പിടിക്ക് 2 പിടിയോളം കറിവേപ്പില ഉണ്ട്. ഇനി നമ്മൾ ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മിക്സിയുടെ ജാറിൽ ഒരു തുള്ളി വെള്ളം പാടില്ല. അതുപോലെ കറിവേപ്പിലയും നമ്മൾ പറിച്ചെടുത്തതാണെന്നുണ്ടെങ്കിലും ഒന്ന് ജസ്റ്റ് കഴുകിയിട്ട് ഒന്ന് അതിൻ്റെ ആ വെള്ളമയമൊക്കെ പോയിട്ട് വേണം നമ്മൾ ഇതൊന്ന് പൾസ് ചെയ്തെടുക്കാനായിട്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിനൂടെ ചേർക്കുന്ന കരിഞ്ജീരകമാണ് കേട്ടോ. കരിഞ്ജീരകം നമുക്കറിയാലോ അത്രയേറെ ഗുണമുള്ളതാണ്. നമ്മുടെ മുടി വളർച്ചയ്ക്കും തലമുടിയിൽ കറുപ്പ് വരാനൊക്കെ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് കരിഞ്ജീരകം നമുക്ക് മുടി വളർച്ചയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ കരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ഉലുവയും ഒരു വലിയ ടേബിൾ സ്പൂണാണ്, അതിട്ട് കൊടുക്കാം. ഉലുവയൊക്കെ നമ്മുടെ മുടി വളർച്ചയ്ക്കും മുടി കറക്കാനൊക്കെ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നത് ഒന്നാണ്. അപ്പോൾ ഇത് 3 വേണ്ടത്. ഇത് 3 നല്ല രീതിയിൽ പൾസ് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളമയമൊന്നും ഇല്ലാതെ വേണം നമ്മൾ ഏത് പാത്രമാണെങ്കിലും ഇട്ട് കൊടുക്കാനായിട്ട്. വെള്ളമയം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ എണ്ണ പെട്ടെന്ന് ചീത്താവും, കനയ്ക്കും, പിന്നെ ഗുണവും കിട്ടത്തില്ല. അപ്പോൾ എപ്പോഴും ഡ്രൈ ആയിട്ടുള്ള പാത്രത്തിലെടുക്കുക. ഇലകളൊക്കെ ഉണക്കിയിട്ട് നല്ല രീതിയിൽ ഒന്ന് പൾസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഇതുപോലെ ഒന്ന് പൾസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിൽ പ്രിപ്പയർ ചെയ്യാം. അത്രയേറെ ഗുണമാണ്, നല്ല മണവും നല്ല ഗുണമൊക്കെ ഉള്ളൊരു സംഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഓയിൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഓയിൽ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല അടികട്ടിയുള്ള പാത്രം, നമ്മൾ സ്റ്റീലിൻ്റെ പാത്രത്തിലൊന്നും ഉണ്ടാക്കരുത്. ഒന്നെങ്കിൽ ഇതുപോലെ നല്ല ഇൻഡാലിയത്തിൻ്റെ ചീഞ്ചട്ടിയോ അല്ലെങ്കിൽ നല്ല ഓട്ടുപാത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലും എണ്ണ കാച്ചാൻ പറ്റുന്ന നല്ല കട്ടിയുള്ള പാത്രത്തിൽ കാച്ചിയെടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. സ്റ്റീൽ പാത്രവും അതുപോലെ ഇൻഡക്ഷൻ മറ്റേ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലൊന്നും നമ്മളങ്ങനെ ചെയ്യരുത്, ഗുണം കിട്ടില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല കട്ടിയുള്ള പാത്രത്തിൽ ഒന്ന് ചെറുതായിട്ട് ഇട്ട് കൊടുത്താൽ ചൂടാക്കി എടുക്കാം കേട്ടോ. ഇത് അധികം ഡ്രൈ ആവാതെ വേണം. ഒന്ന് ജസ്റ്റ് ഇതിനകത്ത് വെള്ളമയമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിനകത്ത് ഓയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് വീട്ടിൽ ആട്ടിയ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഉരുക്കിയെടുത്ത വെളിച്ചെണ്ണ, ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ഒക്കെ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ചെയ്ത് കൊടുക്കുന്നത് ആട്ടിയ വെളിച്ചെണ്ണയാണ്. നമ്മൾ ആട്ടുന്ന സ്ഥലത്ത് ഒക്കെ ഉണ്ടാവുമല്ലോ, അവിടെ നിന്ന് നമ്മൾ വെളിച്ചെണ്ണ ഫ്രഷായിട്ട് വാങ്ങിച്ചിട്ട് എടുത്താൽ മതി. പാക്കറ്റ് വെളിച്ചെണ്ണയൊന്നും ഉപയോഗിച്ചാൽ അത്ര ഗുണം കിട്ടില്ല. നമ്മൾ അത്യാവശ്യം നമുക്ക് വിശ്വാസമുള്ള സ്ഥലത്തു നിന്ന് വെളിച്ചെണ്ണ വാങ്ങിച്ച് യൂസ് ചെയ്യാൻ നോക്കാം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്. അല്ലെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ വീട്ടിൽ തന്നെ ഉരുക്കിയെടുത്തിട്ട് അതായാലും തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ട് അതായാലും ചേർത്താലും മതി ഉരുക്കിയ വെളിച്ചെണ്ണ. അപ്പോൾ ഞാൻ നാട്ടി വെളിച്ചെണ്ണ ഒരു 250 ഗ്രാമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് കേട്ടോ. ഒരു 1/4 കിലോ വെളിച്ചെണ്ണയാണ് ഞാൻ ഉണ്ടാക്കി എടുക്കുന്നുള്ളൂ. അപ്പോൾ അതിനാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇത് മറ്റേ കരിഞ്ജീരകവും ഉലുവയും ചേർത്തേക്കണം. അതുപോലെ തന്നെ നമ്മൾക്ക് ഒരു 2-3 പിടിയോളം കറിവേപ്പിലയും കാണും. അപ്പോൾ അത്ര ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിലും ആദ്യം എപ്പോഴും നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇത് തന്നെ നമുക്ക് കുറേ നാളത്തേക്ക് യൂസ് ചെയ്യാം. നന്നായിട്ട് തലയൊട്ടിയിൽ മുടിയിലൊക്കെ തേച്ച് കൊടുക്കുക. അതിൽ കൊച്ചു കുട്ടികൾക്കൊക്കെ തേച്ച് കൊടുക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ്. കാരണം കുട്ടികളിലൊക്കെ നര തുടങ്ങുന്നത് ഒരു 18 വയസ്സിന് മുന്നേ തന്നെ ഓരോരുത്തർക്ക് നര ഇപ്പോൾ വന്ന് തുടങ്ങുന്നുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ എപ്പോഴും എത്രയും പെട്ടെന്ന് തന്നെ തലയിൽ അപ്ലൈ ചെയ്ത് ഇങ്ങനെയുള്ള ഓയിലൊക്കെ തേച്ച് കൊടുക്കുക. പുറത്തുനിന്നുള്ള ഓയിൽ മേടിച്ച് കൊടുക്കാതെ ഇങ്ങനെയുള്ള ഓയിലുകൾ വീട്ടിൽ തന്നെ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ പലവരും നമ്മളെ വീട്ടിൽ
പുറത്ത് പോയിട്ട് ഹെയർ ഡൈ ഒക്കെ ചെയ്ത് പിന്നെ കെമിക്കൽ ഹെയർ ഡൈ ഒക്കെ തേച്ചിട്ട് മുടിയൊക്കെ പോയവരും ഡ്രൈനസ് വന്നവരൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർ ഈ ഓയിൽ തേക്കുക. ഇപ്പം നമ്മുടെ എണ്ണ ഏകദേശം ചെറിയ തീ കിടന്ന കേട്ടോ വെന്ത ആ സമയത്ത് നമ്മൾ ഒന്ന് വേവ് മുക്കാൽ ഭാഗം ആകുമ്പോൾ കുറച്ച് 2-3 പനിക്കൂർക്കയുടെ ഇല ഇട്ട് കൊടുക്കണം. പനിക്കൂർക്കയുടെ ഇല ഇട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മുടെ എണ്ണയ്ക്ക് നല്ലൊരു മണം കിട്ടാനും നമുക്ക് നീർക്കെട്ട് വരാതെ ഇരിക്കാനൊക്കെയാണ് നമ്മൾ പനിക്കൂർക്കയുടെ ഇല ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുരുമുളകൊക്കെ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ പച്ചക്കർപ്പൂരം ലാസ്റ്റ് ഒരു ഇച്ചിരി പൊടിച്ചിട്ട് കൊടുക്കണം, നല്ലതാണ്. ഇപ്പം ഞാൻ പനിക്കൂർക്കയുടെ ഇലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇട്ട് കൊടുത്തിട്ട് എപ്പോഴും നമ്മൾ ഈ എണ്ണ ഉണ്ടാക്കുന്ന സമയത്ത് ചെറിയ തീയിലിട്ടിട്ട് മാത്രം ഉണ്ടാക്കുക. ഒരിക്കലും ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് ഇത് പെട്ടെന്ന് മുരിക്കാൻ അത് ഫ്രൈ ആക്കാൻ നോക്കരുത്. ഇതിൽ കിടക്കുന്ന സാധനങ്ങൾ ചെറുതായിട്ട് വെന്ത് ഒരു 1/4 മണിക്കൂറോളം ഇങ്ങനെ ഇരുന്ന് വെന്താൽ മാത്രമാണ് നമ്മുടെ എണ്ണയുടെ ഗുണം കിട്ടുള്ളൂ. അതുപോലെ ഇതിന് കിടക്കുന്ന സംഭവങ്ങൾ കരിഞ്ഞു പോകാനും പാടില്ല. ചെറിയ തീയിൽ ആ ഒരു പച്ചയിളം കളർ തന്നെ നമുക്ക് കിട്ടണം. ഇതൊരു ബ്രൗൺ കളറിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ എണ്ണയുടെ ഗുണം പോവും. ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതിൽ കിടക്കുന്ന ആ ചതച്ച സാധനങ്ങളെല്ലാം ഒരു മണൽ പരുവാവണം, ഒരു തരതരാന്ന്. എന്നാലാണ് നമ്മൾ, അല്ലെങ്കിൽ നമുക്ക് ഇതിൽ പച്ച മണം വരാനും അതുപോലെ കേടാവാനൊക്കെ ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ഏകദേശം എന്താ ഇത് കണ്ടോ, എല്ലാം ഒന്ന് അടിയിൽ പോയി ഇതിൻ്റെ പതകളെല്ലാം നിന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. അടുപ്പ് ഓഫ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ചിലവർ അടച്ച് വയ്ക്കാറുണ്ട്. ചിലവർ വാഴല വെച്ച് അടച്ചു വയ്ക്കും, ചിലവർ പാത്രം വെച്ച് അടച്ചു വയ്ക്കും. അപ്പോൾ ഇത് ചൂടാറാൻ വേണ്ടി നിങ്ങൾ ഒന്നും വെച്ച് അടച്ച് വെക്കരുത്. അടച്ച് വെച്ചാൽ അത് ആവി വെള്ളം വീണ് പിന്നെ എണ്ണ പെട്ടെന്ന് കനച്ചു പോകും. അപ്പോൾ ആ ഓയിലിന് ഗുണവും കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ കുറച്ച് നേരം ഒന്ന് തുറന്ന് വെച്ച് ഒന്ന് ചെറിയതായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് എണ്ണ ഊറ്റിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം എണ്ണ കറക്റ്റ് പരുവത്തിനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ ചെറിയ തീയിലിടാം. കണ്ടോ ഇതിൻ്റെ പരുവം കണ്ടോ, ഇത് ശരിക്കൊരു മണൽ പരുവായിട്ടുണ്ട്. തരിത്തിരിന്ന് മണൽ പരുവായിട്ടുണ്ട്. ഈ ഒരു സമയം വന്നു കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെക്കൊന്നും വേണ്ട, തുറന്ന് വെച്ച് തണുപ്പിക്കാൻ വെക്കാം. അത് കഴിഞ്ഞാൽ നമ്മുടെ ഓയിൽ കറക്റ്റായിട്ട് ആയിട്ടുണ്ട്. ഈ തലയിലെ പേൻശല്യവും താരനൊക്കെ പെട്ടെന്ന് മാറാനായിട്ട് ഈ ഒരു ഓയിൽ നല്ലതാണ് കേട്ടോ. ഇത് തേച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ അതാ നമ്മുടെ ഓയിൽ നല്ല രീതിയിൽ തണുത്തിട്ടുണ്ട് കേട്ടോ, നല്ല രീതിയിൽ തണുത്തിട്ടുണ്ട്. ഈ ഒരു പരുവാണ് നന്നായിട്ട് അരിച്ച് ഇനി നമുക്ക് എടുക്കാം. അരിച്ചെടുക്കുമ്പോൾ നമുക്ക് അരിപ്പയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുണിയിലോ എടുത്ത് നമുക്ക് അരിച്ചെടുക്കാവുന്നതാണ്. എപ്പോഴും നമുക്ക് നല്ലൊരു തുണിയിൽ അരിച്ചെടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കോട്ടൻ്റെ ഒരു പീസ് തുണി എടുത്തതിന് ശേഷം നമുക്ക് അതൊരു കിഴി പോലെ കെട്ടിയിട്ട് പിഴിഞ്ഞെടുക്കാം. അങ്ങനെ എടുക്കുമ്പോഴെന്ന് വെച്ചാൽ നമുക്ക് അതിനകത്ത് ആ സത്ത് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. അതല്ല അരിപ്പയിലാവുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാലുണ്ടല്ലോ, അതിൽ എണ്ണ കംപ്ലീറ്റ് ആയിട്ട് ആ അരപ്പിൽ തന്നെ ഇരിക്കും. അതായത് ആ അരിച്ച ആ സാധനത്തിൽ തന്നെ പിടിച്ചിരിക്കും, എണ്ണ കംപ്ലീറ്റ് കിട്ടില്ല. ഇങ്ങനെ നമ്മൾ പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു സത്ത്, ഇപ്പോൾ കറിവേപ്പിലയുടെയും അതിനകത്ത് ഇട്ട സാധനങ്ങളുടെയൊക്കെ ആ കംപ്ലീറ്റ് ഗുണങ്ങൾ നമുക്ക് ആ ഓയിലിൽ പിഴിഞ്ഞെടുക്കുമ്പോൾ തന്നെ കിട്ടും. അതാണ് നമ്മൾ അരിക്കുന്നതിലും അതുപോലെ തന്നെ പിഴിഞ്ഞെടുക്കുന്നതിലും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ എപ്പോഴും കിഴിയിൽ ഇങ്ങനെ പിഴിഞ്ഞെടുക്കണതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എപ്പോഴും നല്ല തുണിയായിരിക്കണം കേട്ടോ, നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്ത്, അത് വെളുത്ത എന്ത് ടൈപ്പ് തുണിയായാലും കുഴപ്പമില്ല, അതെടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള തുണിയായിട്ടിരിക്കണം. നല്ല കഴുകി വൃത്തിയായിട്ടുള്ള തുണിയിലാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ പിഴിഞ്ഞെടുക്കുക. പിഴിഞ്ഞെടുത്ത് നമ്മൾ എടുക്കുന്ന പാത്രവും അതുപോലെ വെള്ളമയമൊന്നും പാടില്ല. നല്ല രീതിയിൽ ഉണങ്ങിയ പാത്രത്തിൽ വേണം നമ്മളിതുപോലെ അരിച്ച് മാറ്റാനായിട്ട്. ഇതാണ് നമ്മുടെ ഓയിൽ. നമ്മളിപ്പോൾ ഒരു 1/4 കിലോ വെളിച്ചെണ്ണ, 250 ഗ്രാം വെളിച്ചെണ്ണയാണ് ഉണ്ടാക്കിയത്. അത്ര തന്നെ അതിൽ കുറച്ച് നമുക്കിപ്പോൾ 200 ഗ്രാമോളം കിട്ടിയേക്കുന്നത്. ഇത് ഇത്ര മതി കേട്ടോ. നമുക്കൊരു കുറേ നാൾ തേക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികൾക്ക് തേച്ച് കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റ്. ഇത് നമുക്ക് കയ്യിലൊക്കെ തേക്കാം കേട്ടോ. ആ മൊരിച്ചിലും പാടൊക്കെ പോകാനായിട്ട് നല്ലതാണ്. തലയോട്ടിയിലൊക്കെ തേച്ച് മുടിയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓയിലാണ്. കറിവേപ്പില എല്ലാവരും വീട്ടിൽ, പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് എല്ലാവരുടെ വീട്ടിലും നന്നായിട്ട് ഉണ്ടാകുന്ന ഒരു ചെടിയാണ് കറിവേപ്പ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ വേറെ ഒന്നും ചേർത്തില്ലെങ്കിലും കറിവേപ്പിലയും ഇതുപോലെ കരിഞ്ചീരകവും ഉലുവയും മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ വീട്ടിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാനുണ്ടെങ്കിൽ ചെമ്പരത്തിപ്പൂവോ ചെത്തിപ്പൂവോ നീലാമ്പരിയുടെ ഇലയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതും ഇട്ട് കൊടുക്കാം. വേണ്ട, ഇത് മാത്രം മതിയെങ്കിൽ അത് മതി. അപ്പോൾ നല്ലൊരു കിടിലൻ ഓയിലാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഓയിലാണ്. അകാലനര വരാതിരിക്കാൻ നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്ത തവണ നല്ലൊരു വീഡിയോ കാണാം. അതുവരെയ്ക്കും താങ്ക് യു സോ മച്ച്.